തെരുവുനായ ആക്രമണങ്ങൾ തടയാൻ നൂതനാശയവുമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. വാച്ച് പോലെ കയ്യിൽ ധരിക്കാൻ കഴിയുന്ന അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് നായയെ തുരത്താൻ കഴിയുന്ന ഉപകരണമാണ് ആലപ്പുഴ ചെങ്ങന്നൂരിലെ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തത്. കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥികളായ ബ്ലസൻ മാത്യു വിൽസൺ, ബിൻസൺ ബി, എം പ്രവീൺ കുമാർ, സാവിയോ ജോയ്, ശ്രീരാഗാർ എന്നിവർ ചേർന്നാണ് സുരക്ഷാ ഉപകരണം വികസിപ്പിച്ചത്. സെൻസ് K9 എന്ന് പേരിട്ടിരിക്കുന്ന സുരക്ഷാ ഉപകരണം കയ്യിൽ ധരിക്കാവുന്ന വാച്ചിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു ബട്ടൺ അമർത്തുന്നതോടെ ഉപകരണം പ്രവർത്തനക്ഷമമാകും. തുടർന്ന് ഉയർന്ന ആവൃത്തിയിലുള്ള അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ച് ആക്രമണ സ്വഭാവമുള്ള നായകളെ സുരക്ഷിതമായ അകലത്തിലേക്ക് പിന്തിരിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനം. ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് വാച്ച് പോലെ തന്നെ ഒരു വിയറബിൾ ആൻറ്റി ഡോഗ് റിപ്പലൻ്റ് വാച്ചാണ്. ഈ ആൻറ്റി ഡോഗ് റിപ്പലൻ്റ് വാച്ചിനകത്തു നിന്ന് ഒരു അൾട്രാസോണിക് സൗണ്ട് വേവ് പുറപ്പെടുവിക്കുന്നതിലൂടെ ഡോഗ്സിൻ്റെ അറ്റാക്കിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും നമുക്ക് ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു വിയറബിൾ വാച്ചാണ്. ഈ വിയറബിൾ വാച്ചിൻ്റെ സവിശേഷതകൾ എന്തെന്ന് വെച്ചാൽ ഒരു അൾട്രാസോണിക് സൗണ്ട് എമിറ്റ് ചെയ്യുമ്പോൾ ഡോഗ്സ് റിപ്പൽ ആവാനുള്ള ചാൻസുകൾ കൂടുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ടിൻഡു മേരി ജോണിന്റെ മാർഗ്ഗനിർദ്ദേശത്തിലാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ഭാവിയിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നായയെ സ്വയം തിരിച്ചറിയുക, കുരയ്ക്കുന്ന ശബ്ദം വിശകലനം ചെയ്ത് ഉപകരണം സ്വയം പ്രവർത്തനക്ഷമമാക്കുക, GPS ലൊക്കേഷൻ പങ്കുവെക്കൽ തുടങ്ങിയ സംവിധാനങ്ങൾ ഉൾപ്പെടുത്താനാണ് പദ്ധതി. പല തരത്തിലുള്ള റിസർച്ചുകളൊക്കെ നടത്തി മനുഷ്യജീവൻ ആപത്തില്ലാതെ, എന്നാൽ മൃഗങ്ങളെ ഉപദ്രവിക്കാതെ, മൃഗങ്ങളെ കൊല്ലാതെ എങ്ങനെ നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അതിലൊരു ഉത്തരം ഞങ്ങളിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാകുന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് അതൊട്ടും ഹാംഫുൾ അല്ല. നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് സ്കാനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അത്രയും ശബ്ദ തരംഗങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. കോളേജ് സെക്രട്ടറി എഞ്ചിനീയർ ജോസ് തോമസ്, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു, നിലവിലെ പ്രിൻസിപ്പൽ ഡോക്ടർ C സതീഷ് കുമാർ എന്നിവർ പദ്ധതിക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിയതായി വിദ്യാർത്ഥികൾ അറിയിച്ചു. ഈ ഉപകരണത്തിൻ്റെ നമ്മൾ ഈ പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുള്ളൊരു മാനദണ്ഡം സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു പ്രോജക്റ്റാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതനുസരിച്ചാണ് അവർ പല രീതിയിൽ ആലോചിച്ചപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളതാണ്, അതായത് കുട്ടികളും വിദ്യാർത്ഥികളും നടക്കാൻ പോകുന്നവരും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് തെരുവ് നായയുടെ ആക്രമണം. അപ്പോൾ തെരുവ് നായകളെ അകറ്റുന്നതിനുള്ള ഒരു യന്ത്രമാണ് ഇവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് പ്രവർത്തിക്കുന്നത് അൾട്രാസൗണ്ട് ടെക്നോളജിയെ അടിസ്ഥാനമാക്കിയാണ്. അതായത് മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്തതും എന്നാൽ മൃഗങ്ങൾക്ക് സെൻസിറ്റീവായിട്ടുള്ള ഫ്രീക്വൻസി തരംഗങ്ങളാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. ഉപകരണത്തിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ ഏകദേശം 15,000 രൂപ ചെലവായി. നായകളെ ഉപദ്രവിക്കുകയല്ല, മറിച്ച് മനുഷ്യർക്ക് സുരക്ഷിതമായി മാറി നിൽക്കാൻ അവസരമൊരുക്കുക എന്നതാണ് ഉപകരണത്തിന്റെ ലക്ഷ്യം. ഈ ഉപകരണത്തിന് ഇന്ത്യൻ പേറ്റന്റും ലഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. മായം കലരാത്ത സ്നേഹം, മനം നിറഞ്ഞ ആരോഗ്യം. പ്രായത്തെ ജയിക്കാൻ പ്രകൃതിയുടെ കൂട്ടുമായി ഡോക്ടർ ഫുഡിന്റെ ഡയറ്റ്ലെസ് ഡയബറ്റിക് ഫ്രണ്ട്ലി ഓട്സ്. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.